നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ തുടരും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി തള്ളി. തിങ്കളാഴ്ച രാഹുൽ മേൽക്കോടതിയെ സമീപിക്കും. ഇന്നലെ അടച്ചിട്ട കോടതി മുറിയിൽ മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ജാമ്യാപേക്ഷ വിധി പറയാൻ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. രാഹുലിന്റെ ജാമ്യം കോടതി തള്ളി. ജാമ്യം നിഷേധിച്ചുള്ള കോടതിയുടെ ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് പ്രതിഭാഗം പത്തനംതിട്ട ജില്ലാ കോടതിയെ സമീപിക്കും. വൈകിട്ടോടുകൂടി ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. അന്വേഷണം പൂർത്തിയാകാത്ത ഘട്ടത്തിൽ രാഹുലിന് ജാമ്യം നൽകിയാൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് പ്രോസിക്യൂഷൻ ഇന്നലെ കോടതിയിൽ വാദിച്ചിരുന്നു. തെളിവുകൾ നശിപ്പിക്കുമെന്നും അതിജീവിതയെ ഭീഷണിപ്പെടുത്തുമെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദം മജിസ്ട്രേറ്റ് മുഖവിലക്കെടുത്തു. പ്രതി ജനപ്രതിനിധിയാണെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും മുങ്ങില്ല എന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് അംഗീകരിച്ചില്ല. ഈ മാസം 24-ാം തീയതി വരെ റിമാൻഡ് ചെയ്ത രാഹുൽ മാവേലിക്കര ജയിലിലാണ്. കോടതി നടപടികൾ നീണ്ടുപോയാൽ രാഹുലിന്റെ കാലാവധിയും നീളും. ജില്ലാ കോടതിയിലെ വാദപ്രതിവാദങ്ങൾക്കൊടുവിലായിരിക്കും രാഹുലിന്റെ ഭാവി സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനം. 24 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായ VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി കൊല്ലം വിജിലൻസ് കോടതി. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ച SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അതേസമയം വാജിവാഹന കൈമാറ്റത്തിനിടയാക്കിയ 2017 ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ കേസെടുക്കാനാണ് SIT നീക്കം. ശബരിമല ക്ഷേത്രത്തിലെ ചെമ്പുപാളികളിൽ പതിച്ചിരുന്ന സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും തിട്ടപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം VSSCക്ക് നൽകിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് SITക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. കേസിന്റെ തുടർനീക്കത്തിൽ പരിശോധനാ ഫലം നിർണായകമാണ്. മുദ്രവെച്ച കവറിൽ ഇന്നലെയാണ് VSSC റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. UB ഗ്രൂപ്പ് 1998 പൊതിഞ്ഞ സ്വർണം തന്നെയാണോ SIT കണ്ടെടുത്തത്? ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളയിലും ഇപ്പോൾ പൊതിഞ്ഞിട്ടുള്ള സ്വർണവും UB ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണവും തമ്മിൽ വ്യത്യാസമുണ്ടോ? നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ മൂല്യം, സ്വർണത്തിന്റെ പുരാവസ്തു മൂല്യം എന്നീ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ടാകും. ഇതുൾപ്പെടെ കേസന്വേഷണ പുരോഗതി റിപ്പോർട്ട് തിങ്കളാഴ്ച SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വാജിവാഹന കൈമാറ്റത്തിനിടയാക്കിയ 2017 ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ കേസെടുത്തേക്കും. കൊടിമരം പുനഃസ്ഥാപിക്കാനെടുത്ത തീരുമാനം മുതൽ വാജിവാഹന കൈമാറ്റം വരെ സംശയകരമെന്നാണ് SIT നിലപാട്. കൊടിമര നിർമ്മാണത്തിനെന്ന പേരിൽ 2016 ദേവസ്വം ബോർഡ് വ്യാപകമായി പണം പിരിച്ചു. പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവിലും അഷ്ടപതി പാലകർ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ കാര്യത്തിലും വ്യക്തതയില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. കോടതി അനുവദിച്ചാൽ കേസെടുത്ത് അന്വേഷിക്കാനാണ് തീരുമാനം. കേസെടുത്താൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അജയ് തറയിലിന്റെയും നേതൃത്വത്തിലുള്ള UDF കാലത്തെ ദേവസ്വം ബോർഡ് പ്രതിയാകും. 24 തിരുവനന്തപുരം. എന്നാൽ തന്റെ അറിവോടെയല്ല ശബരിമലയിലെ വാജിവാഹനം കൈമാറിയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നംഗം K. രാഘവൻ 24നോട് പറഞ്ഞു. പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലിനും ആണ് ഉത്തരവാദിത്തം. വാജിവാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും താൻ പങ്കെടുത്ത ബോർഡ് യോഗങ്ങളിൽ വന്നിട്ടില്ല. തന്റെ അസാന്നിധ്യത്തിൽ പല തീരുമാനങ്ങളും എടുത്തുവെന്നും K. രാഘവൻ 24നോട് പറഞ്ഞു. കേൾക്കാം. ഞാൻ ദേവസ്വം ബോർഡിൽ വരുന്നതിന് മുമ്പാണ് പഴയ കൊടിമരം മാറ്റുന്നതും പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ആ യോഗങ്ങളിലൊന്നും അതുകൊണ്ട് തന്നെ ഞാനില്ലായിരുന്നു. വാജിവാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടോ കൊടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ യാതൊരു കാര്യങ്ങളും ദേവസ്വം ബോർഡിൻ്റെ മീറ്റിങ്ങുകളിൽ വന്നിട്ടില്ല. എനിക്കതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. ആദ്യം പോകുന്നത് 24 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ 24നോട്. ന്യൂനപക്ഷങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതേസമയം ഇസ്ലാമിക റിപ്പബ്ലിക് വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ആഞ്ഞടിച്ചായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം. ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല എന്ന നിലപാട് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി മുനവർ അലി തങ്ങൾ 24നോട് വെളിപ്പെടുത്തി. നമ്മൾ അവരൊരു ശത്രുപക്ഷത്ത് നിൽക്കുന്നില്ല. അവർ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ഇവിടെ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, വെല്ലുവിളി നേരിടുമ്പോൾ അതിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ആ ഒരു ഒരുമയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന്റെ ആവേശത്തിൽ
മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയലക്ഷ്യം വെക്കുമ്പോഴാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മുനവർ അലി തങ്ങൾ 24-നോട് നിലപാട് തുറന്നു പറഞ്ഞത്. ഇതാദ്യമായാണ് ഒരു മുസ്ലിം ലീഗ് നേതാവ് ജമായത്ത് ഇസ്ലാമിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നത്. സമസ്ത APEK വിഭാഗങ്ങൾ ജമായത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ ജമായത്ത് ഇസ്ലാമിക്ക് പരസ്യ ക്ലീൻ ചീറ്റ് നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മുസ്ലിം സമൂഹം വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ജമായത്ത് ഇസ്ലാമിയെയും കൂടെ കൂട്ടി ഒരുമിച്ച് പോകണമെന്ന നിലപാടാണ് മുനവർ അലി തങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കേരളയാത്ര വിജയകരമായി തിരുവനന്തപുരത്ത് പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് തിരിച്ചെത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജമായത്ത് ഇസ്ലാമിക്കെതിരെ തുറന്നടിച്ചു. ജമായത്ത് ഇസ്ലാമി ഇസ്ലാമിക റിപ്പബ്ലിക്കിന് വേണ്ടി വാദിക്കുന്നവരാണെന്ന് കാന്തപുരം 24-നോട് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി ഇവിടെ എപ്പോഴും സ്വരാഷ്ട്രവാദക്കാരാണ്. അതുകൊണ്ട് അവർ ആ വാദത്തിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കണം എന്ന വാദത്തിൽ നിന്നും പിന്മാറിയതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ തങ്ങളെന്താ പറഞ്ഞത്, അവർ കൂടിയിട്ടുണ്ടോ ഇല്ലേ, രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നു, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് നോക്കേണ്ടതുമില്ല. ജമായത്ത് ഇസ്ലാമിക്ക് UDF-ഉമായി ബാന്ധവമില്ലെന്ന് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് 24-ന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ മുനവർ അലി തങ്ങളുടെ വെളിപ്പെടുത്തലോടെ UDF ജമായത്ത് ബാന്ധവത്തിന്റെ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ടേം വ്യവസ്ഥ കർശനമാക്കണമെന്ന് യൂത്ത് ലീഗ്. കൽപ്പറ്റ, പട്ടാമ്പി സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. ഇതിനിടെ KM ഷാജിയെ കാസർഗോഡ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെ പരോക്ഷ വിമർശനവുമായി സമസ്ത രംഗത്തെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കം മുസ്ലിം ലീഗിൽ രൂക്ഷമാവുകയാണ്. 3 തവണ മത്സരിച്ചവർക്ക് വീണ്ടും സീറ്റ് നൽകരുതെന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന പ്രധാന ആവശ്യം. PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ എന്നിവർക്ക് മാത്രം 3 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയാൽ മതി. PK ഫിറോസ്, P ഇസ്മയിൽ, മുജീബ് കാടേരി എന്നിവർക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്നുമാണ് യൂത്ത് ലീഗ് പ്രവർത്തക സമിതി യോഗത്തിലെ ആവശ്യം. ഇക്കാര്യം മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് 30 സീറ്റുകളിൽ മത്സരിക്കണമെന്നാണ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ ആവശ്യം. നമ്മൾ അവരൊരു ശത്രുപക്ഷത്തും നിൽക്കുന്നില്ല. അവർ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ഇവിടെ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, വെല്ലുവിളി നേരിടുമ്പോൾ അതിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ആ ഒരു ഒരുമയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകുക എന്നുള്ള രീതിയിലാണ്. അന്തിമ തീരുമാനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടേതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. അതൊക്കെ സംബന്ധിച്ച് വളരെ വിശാലമായി തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് സംബന്ധിച്ചുള്ള അവസാന കാര്യം നമുക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അറിയാമെന്നേ പറയാൻ പറ്റും. ഇതിനിടെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജിയെ കാസർഗോഡ് മണ്ഡലത്തിൽ പരിഗണിക്കുന്നതിനെതിരെ EK വിഭാഗം സംസ്ഥാന നേതാക്കൾ രംഗത്തെത്തി. ഫേസ്ബുക്ക് ചർച്ചകൾ പല പേരിലും നടക്കുന്നുണ്ടെന്നാണ്. അത് ഏത് വ്യക്തി എന്നുള്ളതൊന്നും സൂചിപ്പിച്ചിട്ടില്ല. സുന്നി പ്രസ്ഥാനത്തെ അവഹേളിച്ച് സംസാരിക്കുന്നവരെയും മതപണ്ഡിതന്മാരെ വേദികളിൽ അധിക്ഷേപിക്കുന്നവരെയും സ്ഥാനാർത്ഥിയായി പരിഗണിക്കരുതെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമസ്ത. 24 കാസർഗോഡ്. കേരള കോൺഗ്രസ് എമ്മിനെ കുറിച്ച് വിസ്മയമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തുടർച്ചയായ വിജയങ്ങളുടെ പശ്ചാത്തലത്തിൽ UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് UDF-നെ ബാധിക്കുന്നില്ലെന്നും ആയിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. വല്ലതും പറഞ്ഞ കാര്യമാണോ? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഒരാളും പറഞ്ഞിട്ടില്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. UDF-ന്റെ അടിത്തറ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വിപുലമായിരിക്കും. ഇലക്ഷന് മുമ്പ് അത് വിപുലമായിരിക്കും. അതിൽ വ്യക്തികൾ വരും, രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും, വിവിധ സോഷ്യൽ ഗ്രൂപ്പുകളുണ്ടാവും, എല്ലാവരും വരും. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ കേരള കോൺഗ്രസിൻ്റെ കാര്യം ഞങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ അത് വേറെ മുന്നണിയിലിരിക്കുന്ന കക്ഷിയല്ലേ, അതുകൊണ്ട് അവർ തീരുമാനിക്കുമ്പോഴല്ലാതെ അതുണ്ടാവോ എന്നല്ലാതെ ഒരു പദം ഞാനും പറഞ്ഞിട്ടില്ല. ഇപ്പം ചർച്ച നടക്കുന്നില്ല. ഇന്നലെ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞില്ലേ. ഇപ്പോൾ വരുന്നൊരു വാർത്ത. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊല്ലം ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണവുമായി ബന്ധുക്കൾ. സായി സെന്ററിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് സാന്ദ്ര നിരന്തരം പറയുമായിരുന്നു. മരിച്ച സാന്ദ്രയും വൈഷ്ണവിയും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നില്ല. 2 കുട്ടികളുടെയും ആത്മഹത്യാക്കുറിപ്പിലും ഒരേ കയ്യക്ഷരമാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു.
പക്ഷെ വിളിക്കാത്ത കുട്ടി ബുധനാഴ്ച ഫോൺ വാങ്ങി വിളിച്ച് നല്ലൊരു വിഷമമുണ്ട് കുട്ടിക്ക്. എന്താണെന്ന് അറിയില്ല. അത് അവനെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ലെറ്ററിലുള്ളതല്ല. ഞാൻ ഒരു തെറ്റ് ചെയ്യണം അമ്മ, അച്ഛനും അമ്മയും ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കാനിയനെ നോക്കണം എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി വെച്ചിണെന്ന് പറഞ്ഞ് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് ഈ കുടുംബം ആരോപിക്കുന്നത്? അനുജ, വ്യാഴാഴ്ച മരിച്ച സാന്ദ്രയുടെ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ വീട് ഇതിനപ്പുറത്തേക്ക് ഈ പ്രദേശമാകെ ഇപ്പോൾ വളരെ ദുഃഖാർത്ഥമായൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഇവരെല്ലാവരും ആ കുട്ടിയിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നതാണ്. അപ്പോൾ ആ കുട്ടിയുടെ മരണത്തിനു പിന്നാലെ ഈ സായി അധികൃതർക്കെതിരെ കൃത്യമായിട്ടുള്ള വിമർശനം, പരാതികൾ ഉന്നയിക്കുകയാണ് കുടുംബം ഒന്നടങ്കം. അവർ പറയുന്നത് ഈ കുട്ടിയുടെ മരണം പോലും ഒരുപാട് വൈകിയാണ് തങ്ങളെ അറിയിച്ചത്. കഴിഞ്ഞ കുറേയധികം നാളെ ഈ കുട്ടി വലിയ രീതിയിലുള്ള മാനസിക പ്രയാസങ്ങൾ അവിടെ അനുഭവിച്ചിരുന്നു. പലതരത്തിലത് വീട്ടിലേക്കൊക്കെ ബന്ധപ്പെടുമ്പോൾ നിരന്തരം അക്കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. എനിക്കിവിടെ നിൽക്കാൻ വയ്യ എന്നുള്ള കാര്യം നിരന്തരം ഈ കുട്ടി വീട്ടുകാരെ ആ കാര്യം അറിയിച്ചിരുന്നു. അവിടുത്തെ ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരു അധ്യാപകൻ പലപ്പോഴും വളരെ വിഷമത്തോടു കൂടി കുട്ടിയോട് സംസാരിച്ചിരുന്നു, പെരുമാറാറുണ്ടായിരുന്നു എന്നുള്ള പരാതിയൊക്കെ കുട്ടി നിരന്തരം അറിയിച്ചിരുന്നതാണ്. ഒരിക്കലും ഞങ്ങളുടെ മകൾ അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് ഈ അച്ഛനും അമ്മയും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം വേണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ സായിലെ അധ്യാപകരെല്ലാം തന്നെ ഇവിടേക്ക് വന്നപ്പോഴും ആ അധ്യാപകരും പറഞ്ഞത് വളരെ ബോൾഡായ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഒരിക്കലും അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുന്ന കാര്യം ഒരിക്കലും ചിന്തിക്കുക പോലും ഇല്ല എന്നാണ് അധ്യാപകർ പറഞ്ഞതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ ആത്മഹത്യാ കുറിപ്പ് ഇരുവരുടെയും കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെ കയ്യക്ഷരങ്ങൾ ഒരേ കയ്യക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉറപ്പായും സംശയിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. എന്തായാലും ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ മുന്നോട്ട് തന്നെ, അതായത് തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഈ ബന്ധുക്കളുടെ അടക്കം മൊഴി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത്തരം നടപടികളിലേക്കൊക്കെ പോകേണ്ടതുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ ഈ കുട്ടിക്കൊപ്പം, സാന്ദ്രയ്ക്കൊപ്പം മരിച്ച കുട്ടിയുടെ ബന്ധുക്കളുമായും സംസാരിച്ചതാണ്. അവരും ഒരു ദുരൂഹത ഇതിൽ ആരോപിക്കുന്നുണ്ടോ? പറയാണ്ട് അവരെന്താ പറയണെന്ന് വെച്ചാൽ ഈ കുട്ടി എൻ്റെ ഒരു ദിവസം മുന്നേ വിളിച്ചിട്ട് ഒരു കബഡി ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ റിസൾട്ട് വന്ന് ആദ്യമായിട്ട് അവർ ചാമ്പ്യൻസായി. അത്ര ഹാപ്പിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഒരിക്കലും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യൂല എന്ന് പറഞ്ഞ എന്തോ ഒരു ദുരൂഹത ഇതിലുണ്ട്. നമ്മളെ കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല ആദ്യ സമയത്ത് ചെന്നപ്പോൾ എന്നാണ് അവരുടെ അടുത്ത് നിന്ന് വിവരം കിട്ടിയത്. പിന്നെ ഈ കുട്ടീൻ്റെ ടീച്ചേഴ്സ് ഇവിടെ വന്നിരുന്നു. സാന്ദ്രൻ്റെ ടീച്ചേഴ്സ് വന്നിട്ട് പറഞ്ഞത് 4:30 മണിക്ക് അവരാ പ്രിൻസിപ്പൾ ഈ കുട്ടീനെ കണ്ടിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് സാറിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടാണ് ആ കുട്ടി പോയത്. അത് കഴിഞ്ഞ് 5 മണിക്ക് വേറെ ഒരു ടീച്ചറും കണ്ടിട്ടുണ്ട്. അവരും പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ഒരു ഗൈഡ് കൊടുക്കുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു. ഒരിക്കലും ആ കുട്ടീൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ വരും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല. പിന്നെന്ന് പറഞ്ഞാൽ 9:30 മണിക്കാണല്ലോ ഇത് സംഭവം നടന്നു. ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവരെ റിപ്പോർട്ട് ചെയ്ത പോലും. ശരിക്കും അച്ഛനും അമ്മയും ഇല്ലാത്ത നിലയ്ക്ക് അവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടി എന്നുള്ള നിലയ്ക്ക് ഫസ്റ്റ് ഇൻഫോം ചെയ്യേണ്ടത് പ്രിൻസിപ്പളായ എന്നെ അറിയിക്കേണ്ടതാണ്. അറിയിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള കുറേ പരാതികൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പ്രിൻസിപ്പലിനെ പോലും വളരെ വൈകിയാണ് വിവരം അറിയിച്ചത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അധ്യാപകരടക്കം പറയുന്നു. കൗമാര കലാപുരം കുടിയിറങ്ങാൻ ഒരു ദിവസം ശേഷിക്കെ ആവേശ കൊടുമുടിയിൽ തൃശൂർ നഗരം. ഇന്നും നാളെയുമായി 68 ഇനങ്ങൾ പൂർത്തിയാകാനിരിക്കെ കണ്ണൂർ ജില്ല ആധിപത്യം തുടരുകയാണ്. കോഴിക്കോടും തൃശൂരും പാലക്കാടുമാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ. 64-ാം കേരള സ്കൂൾ കലോത്സവം പൂരനഗരിയിൽ പുരോഗമിക്കുകയാണ്. വേദികളിൽ നിറഞ്ഞ സദസ്സിലാണ് ഇന്നും മത്സരങ്ങൾ. മുഖ്യവേദിയായ തേക്കിൻകാട് മൈതാനത്തെ സൂര്യകാന്തിയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഭരതനാട്യമാണ് ആദ്യ മത്സരം. വൈകിട്ട് ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തവും അരങ്ങിലെത്തും. ജനപ്രിയ ഇനങ്ങളായ നാടകം, നാടൻപാട്ട്, നാടോടി നൃത്തം, മോണോ ആക്ട്, വഞ്ചിപ്പാട്ട്, ഇരുള നൃത്തം തുടങ്ങിയ മത്സരങ്ങളും വിവിധ വേദികളിൽ നടക്കും. മക്കള് മുന്നേ ഓടിയപ്പോ അച്ഛൻ അതിന്റെ കാര്യമൊന്നും മറന്നുപോയി മോളെ. ഓ, അതെന്റെ കയ്യിലോട്ട് താ മോളെ. ആകെ 182 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 746 പോയിന്റുമായി കണ്ണൂർ ജില്ല 1-ാം സ്ഥാനത്ത് കുതിപ്പ് തുടരുകയാണ്. 733 പോയിന്റുമായി കോഴിക്കോട് 2-ാമതും 731 വീതം പോയിന്റുമായി തൃശൂരും പാലക്കാടുമാണ് 3-ാം സ്ഥാനത്ത്. സ്കൂളുകളിൽ 185 പോയിന്റോടെ പാലക്കാട് ആലത്തിയൂർ BSS ഗുരുകുലം 1-ാമതാണ്. പത്തനംതിട്ട കിടങ്ങന്നൂർ SVGVHSS 137 പോയിന്റുമായി 2-ാമതും കണ്ണൂർ സെന്റ് തെരാസസ് 83 പോയിന്റുമായി 3-ാമതുമാണ്. നാളെ വൈകിട്ടോടെ കൗമാര കലാമാമാങ്കത്തിന് സമാപനമാകും.
ടീം 24 തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ചരിത്ര നിമിഷം. ഇതാദ്യമായി ഒരു മത്സരാർത്ഥി ഓൺലൈനായി പങ്കെടുത്തു. രോഗത്തിന്റെ അവശതകൾ മാറ്റി നിർത്തിയാണ് കാസർഗോഡ് പടന്ന സ്വദേശി സിയ ഫാത്തിമ കലോത്സവത്തിൽ മാറ്റുരച്ചത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെയായിരുന്നു അറബിക് പോസ്റ്റർ ഡിസൈനിംഗ് മത്സരത്തിൽ സിയ പങ്കെടുത്തത്. വേദി 17 മുല്ലപ്പൂ അറബിക് പോസ്റ്റർ മത്സരം നടക്കുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കേണ്ട സിയ ഫാത്തിമ എത്തിയില്ല. വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗം ബാധിച്ച് സിയ ഇപ്പോൾ ചികിത്സയിലാണ്. യാത്ര ജീവനെ ബാധിക്കുമെന്ന ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം വന്നതിനു പിന്നാലെ സിയ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതി. പിന്നീട് നടന്നത് ചരിത്രം. സിയ ഫാത്തിമ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ അപേക്ഷയും ആ സ്കൂളിൻ്റെ അപേക്ഷയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ദയ അർഹിക്കുന്ന ഒരു ഹർജിയാണും അപേക്ഷയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അവൻ്റെ ആഗ്രഹം ഇതിൽ സംസ്ഥാനത്ത് മത്സരിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകുന്നടക്കമാണ് ആ കത്തിലെഴുതിയിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു ഉത്തരവ് ഞങ്ങൾ നൽകുകയാണ് ചെയ്തത്. മാനുഷിക പരിഗണന നൽകിയുള്ള ഉത്തരവ് കലോത്സവ ചരിത്രത്തിൽ തന്നെ അത്യപൂർവം. ഈ മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. മന്ത്രി ഇങ്ങനെ ആക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. സിയയുടെ ആഗ്രഹം സഫലമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. ടീച്ചേഴ്സും അത് മോളും ഒരുപാട് പറഞ്ഞിരുന്നു. അവള് ലെറ്റർ തയ്യാറാക്കി കൂടുതൽ ഹെൽപ്പ് ചെയ്ത് അവരുടെ ടീച്ചേഴ്സാണ്. എങ്ങനെയെങ്കിലും ഇത് പങ്കെടുക്കുക എന്നുള്ളതാണ് അവളെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിക്കുന്നതിന് വലിയ സന്തോഷം. സിയയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ അധ്യാപകർ കൂടി കട്ടയ്ക്ക് നിന്നതോടെ സംഗതി കളറായി. വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ നല്ലൊരു അനുകൂലമായ ഒരു സമീപനമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അങ്ങനെ തൃശൂരിലെ കലോത്സവ വേദി കാസർഗോഡ് പടന്നയിലെ സിയയുടെ വീട്ടിലെത്തി. സിയ ഹാപ്പിയാണ്. വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സന്തോഷത്തിലാണ് ആ 10ാം ക്ലാസ്സുകാരി. കലയ്ക്കൊപ്പം കരുതലും. ഉത്തരവാദിത്ത കലോത്സവം എന്ന ഇത്തവണത്തെ കലോത്സവത്തിന്റെ ആപ്തവാക്യം അന്വർത്ഥമാകുന്ന കാഴ്ചകളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് കാണുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീനിത കൃഷ്ണൻ, 24 തൃശൂർ. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. പത്തനംതിട്ട പമ്പ ആശുപത്രി അധികൃതർക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി ശബരിമല തീർത്ഥാടക. സർജിക്കൽ ബ്ലേഡ് അകത്തുവച്ച് കാലിലെ മുറിവ് വച്ചുകെട്ടി എന്നാണ് പരാതി. നെടുമ്പാശ്ശേരി സ്വദേശി പ്രീതയാണ് DMOയ്ക്ക് പരാതി നൽകിയത്. തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം നടന്നാണ് പ്രീത പമ്പയിലെത്തിയത്. കാലിന്റെ അടിഭാഗത്ത് ചില മുറിവുകൾ കണ്ടതോടെ പമ്പ ആശുപത്രിയിൽ പ്രവേശിച്ചു. മുറിവ് കെട്ടിവെക്കാനെത്തിയ നഴ്സിംഗ് അസിസ്റ്റന്റ് പക്ഷേ കയ്യിലിരുന്ന സർജിക്കൽ ബ്ലേഡ് കൂടി മുറിവിനൊപ്പം വെച്ച് കെട്ടി. തിരികെ വീട്ടിലെത്തി അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ പരിശോധിച്ചപ്പോഴാണ് ബ്ലേഡ് കണ്ടെത്തിയത്. നിരുത്തരവാദപരമായ ഇടപെടലാണ് തുടക്കം മുതൽ ആശുപത്രിയിൽ നിന്ന് നേരിട്ടതെന്ന് പ്രീത. ഡ്രസ് ചെയ്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയും നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിക്ക് അതിൽ തീരെ ഗ്രാഹ്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിയുടെ ഓരോരോ ആ ഡ്രസ് ചെയ്യുന്ന രീതി, പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന രീതികളും ഒക്കെ. എന്റെ കാലിന്റെ ആ അടിയിൽ ഇങ്ങനെ തൊലി ഉണ്ടായിരുന്നല്ലോ, ഈ പൊള്ളിയിട്ടുള്ള തൊലിയില്ലേ, അത് മാറ്റാൻ വേണ്ടി പുള്ളി എടുത്ത സർജിക്കൽ ബ്ലേഡ് ആയിരുന്നു. ആ ബ്ലേഡ് പുള്ളി ഇത് ബാൻഡേഡ് വെച്ച് ഒട്ടിച്ച സമയത്ത് ബ്ലേഡും കൂടെ വെച്ചാണ് പുള്ളി ഒട്ടിച്ചത്. പമ്പ ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രീത പത്തനംതിട്ട DMOയ്ക്ക് പരാതി നൽകി. പരാതിയിന്മേൽ DMO വിശദമായി അന്വേഷണം നടത്തുമെന്നാണ് വിവരം. 24 കൊച്ചി. അരനൂറ്റാണ്ടിനു ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള നാസയുടെ ആർടെമിസ് 2 ദൗത്യം അടുത്ത മാസം 6-ന്. ദൗത്യത്തിന്റെ ഭാഗമായി സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റും ബഹിരാകാശ യാത്രികർ സഞ്ചരിക്കാനൊരുങ്ങുന്ന ഓറിയോൺ പേടകവും ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണത്തറയിലേക്ക് മാറ്റും. ഡിസംബർ 19 ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ ഏറ്റവും ഒടുവിലെ അപ്പോളോ ദൗത്യം. 54 വർഷത്തിനു ശേഷമാണ് ചന്ദ്രനിലേക്കുള്ള ആർടെമിസ് 2 ദൗത്യം. ഈ ദൗത്യത്തിൽ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ കാലുകുത്തിയില്ലെങ്കിലും ചന്ദ്രനെ വലം വെച്ച് സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തും. 10 ദിവസത്തെ ദൗത്യത്തിൽ 4 ബഹിരാകാശ യാത്രികൾ 4700 മൈൽ ദൂരം സഞ്ചരിക്കും. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കൊച്ച്, ജെർമി ഹാൻസൺ എന്നിവരാണ് ആർടെമിസ് 2 സഞ്ചാരികൾ. സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിലാണ് ബഹിരാകാശ യാത്രികർ സഞ്ചരിക്കുന്ന ഓറിയോൺ പേടകം വിക്ഷേപിക്കുന്നത്.
പേടകവും റോക്കറ്റും ഇന്ന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണത്തറയിലേക്ക് മാറ്റും. ചന്ദ്രനെ വലയം ചെയ്തതിനു ശേഷം 4 ദിവസം നീളുന്ന യാത്രയ്ക്കൊടുവിലാണ് ഭൂമിയിലെത്തുക. ദൗത്യത്തിന് മുന്നോടിയായി 2022 നവംബർ 16-ന് ആളില്ലാത്ത ആർടെമിസ് 1 ദൗത്യം നാസ വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ഇനി ഒരു സ്പോർട്സ് വാർത്തയിലേക്കാണ്. അണ്ടർ 19 ഏകദിന ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് മോശം തുടക്കം. 18 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റ് നഷ്ടമായി. 11 റൺസുമായി വൈഭവ് സൂര്യവംശി ക്രീസിലുണ്ട്. ആദ്യ കളിയിൽ അമേരിക്കയെ തോൽപ്പിച്ചു തുടങ്ങിയ ഇന്ത്യയുടെ ലക്ഷ്യം 2ാം ജയത്തോടെ സൂപ്പർ 6 സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ്. 1 PM ന്യൂസ് അവസാനിക്കുന്നു.